നെടുങ്കണ്ടം എഴുകുംവയലിലെ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ലഹരിക്കടിമയെന്ന് പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. പ്രതി കുറ്റകൃത്യം നടത്തിയത് അതിക്രൂരമായെന്ന് പോലീസ് എഫ്ഐആർ. അജീഷിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. വത്സമ്മയുടെ കഴുത്തിലും ആന്റണിയുടെ നെഞ്ചിലും വയറിലും മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചു. തുടർന്ന് ചിത്രങ്ങൾ പകർത്തി ബന്ധുവിനും ഇയാൾ ഇടവക വികാരിക്കും അയച്ചു കൊടുക്കുകയായിരുന്നു. തുടർന്ന് വൈദികനും നാട്ടുകാരും വീട്ടിലെത്തുകയായിരുന്നു. ഇന്നലെ ഒരു 9:30 ആയപ്പം ഇവിടുത്തെ പള്ളിയിലെ അച്ഛൻ എന്നെ വിളിച്ചു. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഇരുന്നൊരു കൊച്ചച്ഛൻ, അദ്ദേഹം ഇപ്പം പാരീസിലാണ്. ആ കൊച്ചച്ഛനും ഈ പ്രതിയുമായി നേരത്തെ ഇവിടെ ഇടവകയിൽ ഇരുന്നപ്പോൾ ഒരു പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അച്ഛന് ഈ അപ്പന്റെയും അമ്മയുടെയും ഈ സംഭവം നടന്നതിന് ശേഷമുള്ള ഫോട്ടോ അയച്ചു കൊടുത്തു. അച്ഛനത് പെട്ടെന്ന് സംശയം തോന്നി. പെട്ടെന്ന് ഇവിടുത്തെ വികാരിയച്ഛന് അത് ഫോട്ടോ കൈമാറി. അവൻ വന്നതിന് ശേഷം അച്ഛൻ അവനെ ശാന്തനാക്കി ഈ കട്ടിലപ്പടി ഇരുത്തുകയാണ് ഉണ്ടായത്. കട്ടിലപ്പടി ഇരുത്തി കുറെ നേരം കഴിഞ്ഞപ്പോൾ നെടുങ്കണ്ടം പോലീസിനെ അറിയിച്ചു. നെടുങ്കണ്ടം പോലീസ് വരികയും അവനെ ഇവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പം ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു സാധാരണപ്പെട്ട കുടുംബമാണ്. മറ്റുള്ള ആളുകൾക്കൊന്നും ഉപദ്രവം ചെയ്യുന്ന ഒരു മനുഷ്യരല്ല. ഇവർ ഈ പറമ്പിലെ പണിയും കാര്യങ്ങളും കന്നുകാലി വളർത്തിയൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. ഇവൻ ഒരു മൂകനാണ്. അപ്പോൾ ഞാൻ വാർഡിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ഇവൻ മുഖത്ത് നോക്കുപോലും സംസാരിക്കാത്ത സാഹചര്യമാണ്. എന്തോ ലഹരിക്ക് ഒരു അടിമയാണ്. ഇവനെ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ്. ഇവനെ വിട്ട ആളുകളോടൊക്കെ ഭയങ്കര കലിപ്പും ദേഷ്യവും ഒക്കെയാണ്. എന്തോ പക മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്താണ് ഇവൻ ചെയ്തത്. കൊലപാതകം നടന്ന സമയം ആന്റണിയുടെ രോഗിയായ മാതാവും വീട്ടിലുണ്ടായിരുന്നു. ലഹരിക്ക് അടിമയായ അജീഷിനെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യം മാതാപിതാക്കളോടുണ്ടായിരുന്നതായാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലെ പ്രതിയെ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതിന്റെ കാരണം വ്യക്തമാകും. അജീഷിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാകും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.